അനന്തപുരി അടുക്കളയായി മാറാൻ പോവുകയാണ്. ഒരു ദിവസം അനന്തപുരി അടുക്കളയാണ്. അടുക്കളയാകുന്നതിൻ്റെ പിന്നിൽ കാര്യം ആറ്റുകാലാണ്. ആറ്റുകാലിനൊരു പൂർവ്വചരിത്രമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ആറ്റുകാൽ ക്ഷേത്രവും മധുരയുമായി വലിയ ബന്ധമുണ്ട്. ഇളങ്കോവാടികൾ എഴുതിയിട്ടുള്ള ചിലപ്പതികാര പുസ്തകത്തിൽ കണ്ണകിയുടെ കഥ പറയുന്നുണ്ട്. കണ്ണകി എന്ന് പറയുന്ന അവിടുത്തെ രാജാവ്, മധുരയിലെ രാജാവിൻ്റെ കാലത്ത് കോവലൻ എന്ന് പറയുന്ന ഒരു വ്യാപാരി, വലിയ സമ്പന്നനായ വ്യാപാരി, കണ്ണകി എന്ന് പറയുന്ന സുന്ദരിയായ കണ്ണകി വിവാഹം കഴിക്കുന്നു. കണ്ണകി വിവാഹം കഴിച്ചതിന് ശേഷമാണ് മാധവി എന്ന നർത്തകിയിൽ കോവലന് ഭ്രമമുണ്ടായി കണ്ണകി ഉപേക്ഷിക്കുന്നു. കണ്ണകി ഉപേക്ഷിക്കുമ്പോൾ കണ്ണകയിലുണ്ടായിരുന്ന സ്വത്തും കൂടി എടുത്തുകൊണ്ടാണ് മാധവിയുടെ അടുത്ത് പോകുന്നത്. പക്ഷേ മാധവി ആരെ വഞ്ചിക്കുന്നു? ഈ സ്വത്തെല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് കോവലിനെ വഞ്ചിക്കുന്നു. നല്ല കഥയാണ്. അപ്പോഴും കണ്ണകി എന്ത് ചെയ്യുന്നു? പാതിവൃത്യത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിൽ മറ്റ് പുരുഷന്മാരോടൊന്നും ഒരു ബന്ധമില്ലാതെ അങ്ങനെ താമസിക്കാം. അങ്ങനെ കോവലന് കഷ്ടപ്പാട് വന്നപ്പോൾ, മാധവി ഉപേക്ഷിച്ച് കഷ്ടപ്പാട് വന്നപ്പോൾ കണ്ണകി തിരിച്ചു കൊണ്ടുവന്നു. മുൻ ഭർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. മുൻ ഭർത്താവില്ല, ഭർത്താവിന് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് പാതിവൃത്യത്തിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് അന്ന് കണ്ടിരുന്നത്, ആ കഥയിൽ പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് രാജ്ഞിയുടെ ചിലങ്ക കാണാതാവുന്നത്. കണ്ണകിയുടെ ചിലങ്ക വിറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കണ്ണകിയുടെ ചിലങ്ക വിൽക്കാനായിട്ട് കോവലിനെ കൊടുക്കുന്നു. ഇത് രണ്ടും, കണ്ണകിയുടെ ചിലങ്ക മാർക്കറ്റിൽ വരുന്നു, രാജ്ഞിയുടെ ചിലങ്ക കാണാനില്ലെന്ന് വാർത്തയും വരുന്നു. ആളുകളെല്ലാം കൂടി പറഞ്ഞ് ഈ ചിലങ്ക ഇവർ മോഷ്ടിച്ചാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു, പിടിച്ചുകൊണ്ട് കൊടുക്കുന്നു. രാജാവ് ശിക്ഷിക്കാൻ പോകുന്നു. ഈ സമയത്ത് കണ്ണകി ഇത് അറിഞ്ഞുകൊണ്ട് ചെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മോഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ ശിക്ഷയുടെയൊക്കെ ഭാഗമായി കുറേ സംഭവങ്ങളുണ്ടാകും. അതിൻ്റെ പേരിൽ അവർ ശപിക്കും. കഥയിൽ പറയുന്നത് തൻ്റെ മുല അറുത്ത് കളഞ്ഞിട്ട് പിന്നെ ശാപം കൊടുത്തു, മധുര ചുട്ടരിച്ചു എന്നൊക്കെയാണ്. അത്രയും വലിയ കഥയാണ്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിയല്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇവിടെ എത്തി എന്ന് പറയുന്ന കണ്ണകിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൊടുങ്ങല്ലൂർ ആറ്റുകാലിൻ്റെയൊക്കെ ക്ഷേത്രത്തിൻ്റെ കഥ പറയുന്നത്. ഇതുമായി മറ്റൊരു കഥയും കൂടെ പറയുന്നുണ്ട്. അവിടുത്തെ പോറ്റിക്ക്, ഇവിടുത്തെ ഈ ആറ്റുകാലിലെ പിന്നെ അടുത്ത് താമസിച്ചിരുന്നൊരു പോറ്റി, ക്ഷേത്രത്തിലെ പോറ്റിയല്ല, അവിടെ അടുത്ത് കിളിയാറിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു പോറ്റി രാത്രി സ്വപ്നം കാണുകയും നദീതീരത്തൊരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് പോയി കാണുകയും പെൺകുട്ടിയെ പോയി കണ്ടിട്ട് പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ പെൺകുട്ടിയെ കാണാതാകുന്നു. അദ്ദേഹം രാത്രി വന്ന് ഉറങ്ങുമ്പോൾ ആ പെൺകുട്ടിയെ അദ്ദേഹം സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ടിട്ട് അത് ദേവിയാണ് വന്നത് എന്ന്, അത് കണ്ണകിയാണെന്നും പിന്നെ ദേവിയാണെന്നും അങ്ങനെ പല രൂപത്തിൽ അദ്ദേഹം സ്വപ്നം കാണുകയും അതെനിക്കിവിടെ സ്ഥലം വേണം എന്ന് പറയുകയും എനിക്ക് ക്ഷേത്രം കെട്ടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആചാരത്തിൻ്റെ പുറത്താണ് പോയത്. ഇത് ശൈവവെള്ളാള വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു ആദ്യ ക്ഷേത്രം ചെറിയ തോതിലിരുന്നത്. ചെറിയ ക്ഷേത്രമായിരുന്നു, വെള്ളാളരുടെ കയ്യിലായിരുന്നു ക്ഷേത്രം ഇരുന്നത്. ഇവർക്ക് തമിഴ്നാടുമായിട്ട് നല്ല ബന്ധമുള്ള അവരുടെ കയ്യിലാണ് ക്ഷേത്രം ആദ്യം ഉണ്ടായിരുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോൾ ബ്രാഹ്മണരുടെ കയ്യിലേക്ക് മാറുന്നുണ്ട്, ക്ഷേത്രം മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആറ്റുകാലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ശൈവവെള്ളാളർക്ക് ഉജ്ജയിനി ക്ഷേത്രമുണ്ട്. തൊട്ടടുത്ത് 1 കിലോമീറ്റർ പുറം വേണ്ട, ഒരു 500 മീറ്റർ പുറം ഉജ്ജയിനി ക്ഷേത്രം ശൈവവെള്ളാളുടെ വക ഇപ്പോൾ ഉണ്ട്. പിന്നെ മുത്താരമ്മൻ ക്ഷേത്രങ്ങൾ, ഈ അമ്മ ക്ഷേത്രങ്ങളെല്ലാം ക്ഷേത്രത്തിലല്ലേ കൊഴുക്കട്ട പൊങ്കാല ഉള്ളത്, വളരെ പ്രസിദ്ധമാണത്. ഉജ്ജയിനി ക്ഷേത്രത്തിലെ കൊഴുക്കട്ട പൊങ്കാല പ്രസിദ്ധമാണ്. മുത്താരമ്മൻ ക്ഷേത്രങ്ങൾ, ഭൂതമ്മൻ ക്ഷേത്രങ്ങൾ, ആറ്റുകാലമ്മ, ഈ അമ്മ ക്ഷേത്രങ്ങളൊക്കെ കൂടുതൽ ആരയിൽ ഇരുന്നതാണ്? ശൈവവെള്ളാളിൽ ഇരുന്നതാണ് മുഖ്യവാദം. ഇപ്പം നെടുമങ്ങാട് മുത്താരമ്മൻ ക്ഷേത്രം ഈ ശൈവവെള്ളാളുടെ ഒറിജിൻ എന്ന് പറയുന്നത് തമിഴുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കിടക്കുന്നതാണ്. രാജാവിൻ്റെ കാലത്തൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുള്ള തമിഴുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. നാഞ്ചിനാട് എന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആളുകൾ കണക്കപ്പിള്ളമാരായിട്ടും പല രൂപത്തിൽ കൃഷി ചെയ്യുന്നവരല്ല, കൃഷി ചെയ്യിച്ചിരുന്നവരാണ്, കൃഷി ചെയ്യുന്നവരല്ല കൂടുതൽ. അപ്പോൾ ആ തരത്തിലൊക്കെ ഒത്തിരി ആളുകളുടെ വ്യവസായം, ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ വിഭാഗക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇതുണ്ട്, ക്ഷേത്രമായിരുന്നു. മിക്കവാറും ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ പിന്നെ ബ്രാഹ്മിൺസ് അത് ഏറ്റെടുക്കുന്നു. ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ കൂടുതലും ഒരു നായർ ട്രസ്റ്റ് പോലെയാണ് അത് കൊണ്ടുപോകുന്നത്. നായന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റ് സമുദായങ്ങളുണ്ടെങ്കിൽ ഒരു നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അവിടെ. അപ്പോൾ ആ തരത്തിലാണ് ഇപ്പം അമ്പലം പോകുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു ചരിത്രമുണ്ട് അതിനകത്ത്. പിന്നെ ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. വലിയ വിശ്വാസമാണ് ആളുകൾക്ക്. ഒരിക്കൽ അവിടെ ചെല്ലുന്നവർക്ക് വളരെ വിശ്വാസമാണ്. പിന്നെ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ ദിനമാണ്. അവരുടെ പൊതു അടുക്കളയിലേക്ക് വരികയല്ലേ, നേരത്തെ അടുക്കളയിൽ നിന്നല്ലേ പറഞ്ഞത്, സ്വകാര്യ അടുക്കളയിൽ നിന്ന് അവരെവിടെ വരികയാണ്, പൊതു അടുക്കളയിലേക്ക് വരികയല്ലേ. അവർക്ക് ഇന്ന് ഉച്ച മുതൽ അവരുടെ ലോകമാണ് തിരുവനന്തപുരം. നാളെ പകൽ മുഴുവൻ, ഇന്ന് വെളുക്കുന്നത് വരെ പകൽ. പിന്നെ അന്നദാനം, എല്ലാ ഭാഗത്തെ ആളുകളും, നാനാജാതി മതസ്ഥരും സംഘടനകളും എല്ലാവർക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ വലിയ ആഘോഷമാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യ ദിനമാണ് അവരുടെ. ഒരു ശബരിമല എന്നൊക്കെ പറയുന്ന പോലെ ഈ വെള്ളാള വിഭാഗത്തിൽ നിന്ന് ഈ ക്ഷേത്രം പിന്നീട് കൈമാറ്റം അതേതുകൊണ്ടാണ് ഈ ക്ഷയിച്ചു നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നിരുന്നു. അതിനകത്ത് വേറെ ചില ചരിത്രം കൂടെ ഉണ്ട് കേട്ടോ.
പഴയ ചരിത്രത്തിൽ കുറച്ച് ഈ വെള്ളാള വിഭാഗത്തിൻ്റെയിലാണ് ഒരുവിധപ്പെട്ട ജംഗ്ഷനുകളിൽ, ഇന്നത്തെ ജംഗ്ഷനുകളിൽ കാണുന്ന സ്ഥലങ്ങൾ കൂടുതൽ ഇടുന്നത് ആരെയിലാണ്? വെള്ളാള വിഭാഗത്തിലാണ്. അവർ കൂടുതൽ ദാനപ്രിയരായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, ദാനപ്രിയരായിരുന്നു. പിന്നെ ഈ നമ്മുടെ നടരാജപിള്ളയുടെയൊക്കെ കാലം, PS നടരാജപിള്ളയുടെയൊക്കെ കാലം വരുമ്പോൾ സർക്കാരിൽ നിന്ന് എടുത്ത് കിട്ടിയ പാട്ടമായി കിട്ടിയ ഭൂമി തിരിച്ചു കൊടുത്തു. ഇപ്പോൾ വെഞ്ഞാറമൂട് ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, നെടുമങ്ങാട് ജംഗ്ഷൻ, ഇങ്ങനെ ഏത് ജംഗ്ഷൻ എടുത്താലും അവിടുത്തെ ക്ഷേത്രവും അവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം വെള്ളാളരുടെ കയ്യിലിരുന്നതാണ്, ശൈവവെള്ളാളുടെ കയ്യിലിരുന്നതാണ്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങളാൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ദാനം കൊടുത്തതുണ്ട്, മറ്റൊരു സമുദായക്കാർക്ക് കൊടുത്തതുണ്ട്, പല രൂപത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മറ്റേ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സമുദായം പറഞ്ഞതല്ല, ചരിത്രം പറഞ്ഞതാണ്. ഇപ്പോൾ പക്ഷേ വളരെ ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി വളരെ മനോഹരമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. മറ്റേ നേരത്തെ ഉണ്ടായിരുന്നവരെക്കാൾ കാരണം കുറച്ചുകൂടി വേറൊരു തരത്തിലേക്ക് മാറി. കോടിക്കണക്കിന് രൂപ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നു, ആശുപത്രിയുണ്ട്, മണ്ഡപങ്ങളുണ്ട്, അവർക്ക് ആംബുലൻസ് ഉണ്ട്, വലിയ സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ അല്ല പിന്നെ അമ്പലം ഇപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വലിയ അമ്പലമായി മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ ആര് നടത്തുന്നു എന്നുള്ളതല്ല, എന്നാലും ചരിത്രം നമ്മളിങ്ങനെയാണ്, ചരിത്രത്തിൽ കിടക്കുന്ന ഇങ്ങനെ വായിക്കുമ്പോൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും അത് പിന്നെ ഒരു ട്രസ്റ്റിന്റെ ഇതിലാണ് പോകുന്നത്. ആദ്യകാലത്ത് പറഞ്ഞതുപോലെ തുടക്കം മുതലേ വെള്ളാള സമുദായക്കാരുടെ ആ സമുദായക്കാരായിരുന്നു ആദ്യം നോക്കിയിരുന്നത്, അമ്പലം നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ബ്രാഹ്മണ സമുദായത്തിലുള്ള കുറച്ച് ആളുകൾ നോക്കാൻ തുടങ്ങി, പിന്നീട് ഇവരത് നോക്കാൻ തുടങ്ങി. പിന്നെ ട്രസ്റ്റൊക്കെ ആയി, പിന്നെ അത് രൂപമൊക്കെ മാറി. ഇപ്പോൾ ചക്കുളത്താവും അങ്ങനെയായിരുന്നു. ചക്കുളത്താവ് വെള്ളാളന്മാരുടെ കയ്യിലല്ലേ ഇരുന്നത്, ചെറിയ രൂപത്തിലിരുന്നതാണ്. അവിടുത്തെ ഒരു ചെറിയ ടീമിൻ്റെ കയ്യിലിരുന്ന അമ്പലം. അതും വെള്ളാള വിഭാഗത്തിലല്ല, അത് അവിടുത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ ഇരുന്നതാണ്, ചെറിയ വിഭാഗത്തിലിരുന്നതാണ്. അതിനെ പിന്നെ വലിയ കരയോഗവും അവരൊക്കെ വന്നിട്ട് ഏറ്റെടുത്ത് അതിനെ എന്താക്കിയത് വലിയ പബ്ലിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. കാരണം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക. നല്ല പൂജാരി മീൻസ് പേര് കേട്ട പൂജാരി വെക്കണമെങ്കിൽ അതിന് ശമ്പളം കൊടുക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നല്ല കാശ് കൊടുക്കണം. പിന്നെ പൂജകൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല പൈസ ചിലവുള്ളതല്ലേ. കാര്യം ഹർത്താലുണ്ടെങ്കിൽ പോലും അമ്പലം അടച്ചിടാക്കത്തില്ലല്ലോ. അമ്പലത്തിൽ രാവിലെയും വൈകുന്നേരവും പൂജയും മറ്റെല്ലാ കാര്യവും ചെയ്തില്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് രൂപ വേണം. നമ്മൾ പറയും പോലെ അല്ല അമ്പലം കൊണ്ടുപോകുക, എളുപ്പമല്ല. അല്ല, അതെല്ലാം ഒരു സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റിന്റെ, ഇതെല്ലാം ട്രസ്റ്റുകൾ സ്വകാര്യ. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങൾ സ്വകാര്യ ക്ഷേത്രങ്ങളല്ലേ. അതെ, അല്ലാതെ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട്, ആളുകൾക്ക് ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരു ഗുണവുമുണ്ട് സനാതന ധർമ്മത്തിലും ഇന്ത്യൻ ധർമ്മത്തിൽ, അങ്ങനെ ഹിന്ദു ധർമ്മത്തിന് അങ്ങനെ ഒരു ഗുണവുമുണ്ട്. കുലദേവത അല്ലെങ്കിൽ കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, അങ്ങനെ ദേവതാ സമ്പ്രദായമുണ്ട്. കുലദേവത എന്ന് പറഞ്ഞാൽ, കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിനകത്തും വീട്ടിൻ്റെ പറമ്പിലും നമുക്ക് എന്ത് ചെയ്യാം, വിഗ്രഹം വെച്ച് ആരാധിക്കാൻ, ക്ഷേത്രമൊക്കെ വെച്ച് മാടൻ കോവിലുകളൊക്കെ അങ്ങനെ വന്നതാണല്ലോ. അതുപോലെ ഗ്രാമത്തിലൊരു, ഇപ്പോൾ കൂടൽമാണിക്കൽ വിഷയമൊക്കെ അങ്ങനെയല്ലേ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥയൊക്കെ പറയുമ്പോഴും അവിടുത്തെ ഒരു കാരായ്മകളുണ്ട്. കാരായ്മകളുടെ ഏതാണ്? അപ്പർ ഹാൻഡ് അവിടെ അമ്പലത്തിൽ. അപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോൾ, ആര്യനാട്ടിൽ നിന്ന് ഒരാൾ ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് കാരായ്മയിലുള്ളവരെന്ത് ചെയ്യും? അങ്ങനെയുണ്ട്. ബാലുവിൻ്റെ ജാതിക്ക് അപ്പുറമുള്ളൊരു പ്രശ്നമുണ്ട്. ബാലുവിൻ്റെ സ്ഥലം എവിടെയാണ്? ആര്യനാടാണ്, തിരുവനന്തപുരത്ത്. ഇന്നലെ വരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്, അല്ലെങ്കിൽ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? അതിൻ്റെ അടുത്തുള്ള ഗ്രാമദേവതാ സങ്കല്പത്തിൽ അവരുടേതാണെന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ പറഞ്ഞ സാറിന് പോയിന്റ് വേണം. മറ്റേ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ചെന്നതാണ് ഇയാൾ, നമ്മളെ കഴകക്കാരൻ. അവർ നോക്കുമ്പോൾ അവരെ കൂട്ടായ്മകൾ, കാരായ്മകളാണ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ട് അതിന് ബഹളം ഉണ്ടാക്കി. നിർഭാഗ്യവശാൽ രണ്ടും രണ്ട് ജാതിയായിപ്പോയി, ഒന്ന് വാര്യരും ഒന്ന് ഈഴവരുമായി. അപ്പോഴാണ് ഈ ബഹളങ്ങൾ ഇത്രയും വഷളായത്. അപ്പോൾ എല്ലാം അങ്ങനെ. പിന്നെ ഇഷ്ടദേവതയുണ്ട്. ഇഷ്ടദേവതയിൽ വരുന്നതാണ് ശബരിമല, പിന്നെ ഗുരുവായൂർ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട തിരുപ്പതിയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഞാനത് പറഞ്ഞില്ല സാർ, നമ്മളൊരു ക്ഷേത്രങ്ങളുടെ സങ്കല്പങ്ങളും ക്ഷേത്ര ആചാര രീതികളും 33 കോടി ദൈവങ്ങൾ വന്ന കഥകളൊക്കെ ഉണ്ടല്ലോ സാർ. ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ വളരെ മനോഹരമാണ്. ഇത് നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ യുക്തിവാദവും ശാസ്ത്രമൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടിയ വേറെ വിദ്യാഭ്യാസമുണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ, അതുകൊണ്ട് നമ്മൾ ഇതിനെയൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ നന്മയൊന്നും അന്വേഷിക്കുന്നില്ല, തിരക്കുന്നുമില്ല. അപ്പോൾ അതാണ് വളരെ പ്രധാനം. പക്ഷേ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രസിദ്ധമായ ഒരു ചരിത്രം ഉണ്ട്.